ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കില്ലിംഗ് നെയിം ആർട്ടിന് വേണ്ടുന്ന ബേസിക് കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കില്ലിംഗ് ആർട്ട് വെച്ചിട്ട് ഒരു നെയിം എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ഇത് കുറച്ച് വലിയൊരു പേരായതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത്. കാരണം നമ്മൾ ഇത്രയും ലെറ്റേഴ്സ് ചെയ്തെടുക്കണ്ടേ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഒരു 2-3 പാർട്ടായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. ഈ വീഡിയോയിൽ ലെറ്റേഴ്സ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഐവറി ഷീറ്റാണ്. പിന്നെ ക്വില്ലിംഗ് സ്ട്രിപ്പ് വേണം. ഈ ഐവറി ഷീറ്റിൽ നിന്നാണ് ക്വില്ലിംഗ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടും 210 GSM ആണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റർ എയിൽ നിന്നാണ്. അപ്പോൾ എയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ വീഡിയോ കാണുന്ന അതുപോലെ ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. ഒരു പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ട്യൂസർ ഉപയോഗിച്ച് തന്നെ അവരത് മടക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കാണുന്നത് പോലെ ആ താഴത്തെ ലൈൻ, ആ ചെറിയൊരു 1 സെൻറ്റിമീറ്ററിനകത്തേ ഉണ്ടാകത്തുള്ളൂ, ആ ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി അടുത്ത പോയിൻ്റ് നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്ത ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ മടക്കിയ പാർട്ടിൽ നമ്മൾ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ ആ എയുടെ ആ ഇത് കണ്ടോ, ആ എൻഡിൽ ഇതുപോലെ ഒന്ന് കുഴിഞ്ഞല്ലേ മേലോട്ട് പോകുന്നത്, അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ഇത് കുറച്ച് ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ. ഇനി നമ്മൾ ആ കർവ് പോലെ വന്നിടത്ത് നിന്ന് മുകളിലോട്ട് ആ എയുടെ ഏറ്റവും മുകളിലെ ആ എൻഡ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുക്കും. ആ എൻഡിൽ നിന്നും താഴോട്ട് ചെറിയൊരു കർവ് പോലല്ലേ വരുന്നത്. അതിന് വേണ്ടി ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കർവ് കിട്ടും. അതിനുശേഷം ആ എൻഡിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് ഇതുപോലെ മടക്കി കൊടുക്കണം. ആ പോയിന്റിൽ നിന്നും വീണ്ടും നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ആ കറക്റ്റ് ഷേപ്പിന് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ ലാസ്റ്റ് പാർട്ടിലെത്തിയിട്ടുണ്ട്, ആ പോയിന്റിലെത്തി. അപ്പോൾ ഇനി നമ്മൾ അത് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ചെയ്യാൻ പോകുന്നത് എഴുതാകത്തുള്ള ആ ഒരു ട്രയാങ്കിളില്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ആ മേളിലോട്ടുള്ള പാർട്ടും അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ അടുത്തത് താഴോട്ട് വരുന്നത് ചെറിയൊരു കർവ് പോലെ ഉണ്ട്. അതിന് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഈ 2 എൻഡും ഒട്ടിച്ച് നേരത്തെ വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഒട്ടിച്ചെടുത്താലും മതി. ഇനി നമ്മൾ ചെയ്യുന്നത് എയുടെ താഴത്തെ പോർഷനിലുള്ള ആ റൗണ്ടല്ലത് ആ ഷേപ്പാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്ത് എടുത്താൽ മതി. അടുത്ത ലെറ്റർ വി ആണ്. വി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിയുടെ ആ സ്റ്റാർട്ടിങ്ങിൽ കണ്ടോ ചെറുതായിട്ടൊരു വളവുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ബ്രഷിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് അതുപോലെ ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കർവാക്കി കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന അതുപോലെ നോക്കി ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണേ. നമ്മളിവിടെ ഈ സ്ട്രെയിറ്റ് അല്ലാത്ത ലെറ്ററൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ഈ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ GSM കൂടിയ പേപ്പർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് സ്ട്രെയിറ്റ് ആണെങ്കിൽ തന്നെയും കർവാണെങ്കിലും GSM കൂടിയ പേപ്പറാണ് നല്ലത്. അതാകുമ്പോൾ കറക്റ്റ് ഷേപ്പിന് നമുക്ക് കിട്ടും. വി നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലെറ്റർ എ ആണ്. എയുടെ മുകളിലോട്ട് ചെറിയൊരു ലൈനുണ്ട്, അതിനൊരു 2 മില്ലിമീറ്ററിനൊക്കെ അകത്തേ ഉള്ളൂ. അത് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എയുടെ കണ്ടോ ആ ഭാഗത്ത് ഒരു കർവല്ലേ വരുന്നത്, ഒരു റൗണ്ട് പോലല്ലേ വരുന്നത്. ആ റൗണ്ടിന് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത പോയിന്റിലെത്തി. അവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇതിനി പുറത്തോട്ടല്ല അതിൻ്റെ അടുത്ത ഷേപ്പ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പുറത്തോട്ടാണ് പേപ്പർ മടക്കി കൊടുക്കേണ്ടത്, അകത്തോട്ടല്ലേ മടക്കേണ്ടത്. അകത്തോട്ട് മടക്കിയാൽ സാരമില്ല, അത് പുറത്തോട്ടാക്കിയാൽ മതി.
ഇതുപോലെ. എന്നിട്ട് അതും ബ്രഷ് ഉപയോഗിച്ചൊന്ന് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത പോയിൻ്റ് വന്നിട്ട് നമ്മൾ അകത്തോട്ടാണ് മടക്കുന്നത്. ശ്രദ്ധിച്ചോണേ, കണ്ടോ, ഇതുപോലെ അകത്തോട്ടാണ് മടക്കി കൊടുക്കുന്നത്. ഇനി ഈ വീഡിയോ കാണുന്ന അതുപോലെ നോക്കി ചെയ്താൽ മതിയേ. ഇനി അടുത്തത് എയുടെ അകത്തെ ആ പാർട്ടാണ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സ്ട്രിപ്പ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് അതിനെ ഒന്ന് ഇതാക്കി കർവാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ രണ്ട് എൻഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. അടുത്ത ലെറ്റർ എൻ ആണ്. എൻ നമുക്ക് വീക്ക് ചെയ്ത് അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ, സ്റ്റാർട്ടിങ്ങിൽ. എന്നിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ബാക്കി ഫുള്ള് ഷേപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. അങ്ങനെ എന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെറ്റർ ടി ആണേ. ടി നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നിടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ടി ഇതുപോലെ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വന്നിട്ട് പിന്നെ ഒരു കർവാണ് വരുന്നത്. നമ്മൾ ആദ്യം സ്ട്രൈറ്റ് ലൈൻ കുറച്ച് വിട്ടിട്ട് അതിൻ്റെ അളവനുസരിച്ച് ഇതുപോലെ ബ്രഷ് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെറ്റർ എച്ച് ആണ്. നമ്മൾ വിയും എന്നും ഒക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് എച്ചും ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് തുടങ്ങുന്നത് അതുപോലെ തന്നെയാണ്. ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് നേരെ സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് താഴെ വരുമ്പോഴാണ് ഒരു കർവ് വരുന്നത്. അതുപോലെ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ബാക്കി എൻ ചെയ്ത് അതുപോലെ തന്നെയാണ്. മുകളിൽ ഇച്ചിരി കൂടെ മേളിലോട്ടൊരു കർവ് വലുതായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ എച്ചിന് വ്യത്യാസമുള്ളത്. ബാക്കി എല്ലാം എന്നും പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കാണുന്നത് പോലെ നോക്കി ചെയ്താൽ മതി. നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ ഏതൊരു കാര്യം അങ്ങനെ തന്നെയല്ലേ, ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ. പക്ഷേ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 2 3 വട്ടമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അത് ഈസി ആയിട്ട് മാറും കേട്ടോ. ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് 210 GSMലുള്ളതോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പേപ്പറോ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സാധാരണ നമ്മുടെ ഡ്രോയിങ് ബുക്കിലെ പേപ്പർ തന്നെ മതി. ഞാൻ ആദ്യം ചെയ്തത് ഒരു 120 GSMലെ മോൻ്റെ ഡ്രോയിങ് ബുക്കായിരുന്നു. അതിൽ നിന്ന് പേപ്പർ കീറിയെടുത്തിട്ട് ഇതുപോലെ സ്ട്രിപ്സ് ആക്കിയാണ് ഞാൻ ചെയ്തത്. അത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ചെയ്തതാണ്. കുഴപ്പമൊന്നുമില്ല, ലെറ്ററെല്ലാം നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അന്നൊന്നും അറിയത്തില്ല നമ്മൾ എത്ര GSM പേപ്പർ വേണമെന്നോ എവിടെ നിന്നത് വാങ്ങുമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ കയ്യിൽ കിട്ടിയത് എൻ്റെ കയ്യിലുള്ളത് ആകെ അതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ചെയ്ത് പഠിച്ചു. പിന്നീടാണ് ഇതിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും GSMലുള്ള പേപ്പറൊക്കെ വെച്ചാൽ ചെയ്യണ്ടേ എന്നൊക്കെ അറിഞ്ഞത്. ഈ വീഡിയോ കാണുന്ന അതുപോലെ നോക്കി ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ എച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെറ്റർ ഐ ആണ്. ഐയും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു കർവ് പോലുണ്ട്. അത് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു കളിയാണ് ഇതിനകത്ത് ഫുള്ള്. നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ അല്ലല്ലോ, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ കുഴപ്പമില്ല, അത് ഫുള്ള് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് ഫുള്ള് അതിനകത്ത് കൂടുതലും കർവല്ലേ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ആ പേപ്പർ സ്ട്രിപ്പിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോ കാണുന്നത് പോലെ നോക്കി ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഇതിൽ നമ്മൾ ഓരോ പോയിൻറ്റ്സും വരുന്നത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇതുപോലെ കറക്റ്റ് ആ പോയിൻറ്റ്സിൽ തന്നെ വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേന് ഇവിടെ അല്ല നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ ഇനി അടുത്ത ഷീറ്റിലോട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കുമല്ലോ, ആ സമയത്താണ് നമുക്ക് അളവൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ പ്രശ്നം വരും. അപ്പോൾ അയ്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയ്യുടെ മുകളിലത്തെ ആ കുത്ത് ചെയ്യാം. അതിന് ഇതുപോലെ റൗണ്ടിലുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട്, ഇത് ഞാൻ വലിയൊരു ബ്രഷാണ് എടുത്തത് കേട്ടോ. എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പേപ്പർ അതി വെച്ചൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ആ സൈസിന് എടുത്താൽ മതി. അത് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെറ്റർ കെ ആണ്. കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ടല്ല ഫസ്റ്റ് പോർഷൻ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ലെറ്ററും ഒരേ ഫോർമാറ്റിലല്ലേ വരുന്നത്. എല്ലാം ആ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കൂർത്തിരിക്കുന്നത് പോലല്ലേ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ നോക്കി ചെയ്താൽ മതി കേട്ടോ.
എനിക്കാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ചെയ്യുന്നതിനെക്കാട്ടിൽ ഇതുപോലത്തെ ലെറ്റേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം. കാരണമെന്ന് വെച്ചാൽ ഈ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ആ ഷേപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്താലല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഷീറ്റിലല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്, ഇത് സാധാ A4 ഷീറ്റാണ്. നമ്മൾ ഐവറി ഷീറ്റിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ നെയിം ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ട്രേസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ലെറ്റർ മേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഐവറി ഷീറ്റിലാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള പേര് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോൺ ജനറേറ്ററുണ്ട്. അതിനകത്ത് നമുക്ക് ഏത് പേരാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് പല പല ഫോണ്ടിൽ നമുക്ക് കിട്ടും. അത് നമുക്ക് ഫോണിൽ നിന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു A4 ഷീറ്റിനകത്ത് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഈ ട്രേസ് ചെയ്തെടുത്ത് ഈ A4 ഷീറ്റ് ഐവറി ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നല്ല കട്ടിക്ക് എഴുതിയാൽ മതി. അപ്പം ഐവറി ഷീറ്റിൽ ഇത് തന്നെ കിട്ടും. എന്നിട്ട് അതിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് വയ്ക്കുന്ന ലെറ്റർ ഒട്ടിച്ചു കൊടുക്കുന്നത്. വീഡിയോ ലെങ്ത് ആയതിൽ ക്ഷമിക്കണം കേട്ടോ. ഇത് കൂടുതൽ സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഞാൻ K വരെ ചെയ്യുന്നുള്ളൂ, കാരണം A നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ലെറ്റേഴ്സ് എല്ലാം നമ്മുടെ മെയിൻ ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാധാ ഗം ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഏതെങ്കിലും ലെറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ.